السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على نبي بعده وعلى آله وصحبه أجمعين. اتقوا الله عباد الله والعاقبة للمتقين. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല യാ ഇബാദി എന്ന് വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു പുതിയ ഹദീസായിരുന്നു. എന്റെ അടിയാന്മാരെ എന്ന് അല്ലാഹു വിളിക്കുന്നു. അവന്റെ വളരെ സ്നേഹത്തോടു കൂടി ഒരു വിളിയായിട്ടാണ് നമുക്കതിനെ കാണാൻ കഴിയും. അല്ലയോ എന്റെ ദാസന്മാരെ, നിങ്ങളെല്ലാവരും നഗ്നരാണ്. ഞാൻ വസ്ത്രം ധരിപ്പിച്ചത് ഒഴികെ. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ചോദിക്കുക, വസ്ത്രം നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് നൽകാം. നമ്മളൊന്ന് ആലോചിച്ചു, നമ്മളുടെ വീട്ടിൽ ചില ആളുകൾ വരാറുണ്ടാകും. പഴയ വസ്ത്രം ചോദിച്ചുകൊണ്ടാണ് അവർ വരിക. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? ചില ഓർഫനേജുകളിലേക്കോ അല്ലെങ്കിൽ ചില അനാഥ പരിപാലിക്കുന്ന സ്ഥാപനങ്ങളിലേക്കോ ആകാം. നമ്മളൊന്ന് ആലോചിക്കുന്നുണ്ടോ, നമ്മൾ അങ്ങനെയുള്ള വസ്ത്രം പഴയ വസ്ത്രം ഉപയോഗിച്ച് വസ്ത്രം ധരിക്കുക എന്നത് നമുക്ക് സംഭവിക്കാൻ കഴിയുമോ? നമ്മളുടെ മക്കൾ അങ്ങനെ ധരിക്കുക എന്നത് നമുക്ക് കേൾപ്പിക്കാൻ കഴിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വസ്ത്രം നൽകിയിരിക്കുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലർക്കത് നൽകിയില്ല, അത് നമ്മുടേതോടെ എത്തപ്പെടും. റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ മഹ്ശറിൽ വെച്ച് മനുഷ്യരോട് ചോദിക്കും, മനുഷ്യ, ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ മനുഷ്യൻ ചോദിക്കും, അല്ലാഹു, നീ ഇങ്ങനെ രോഗിയാണ്, ഞാനിങ്ങനെ നിന്നെ സന്ദർശിക്കും. അപ്പോൾ അല്ലാഹു പറയും, ഇന്ന ഒരു സ്ഥലത്ത് നിന്റെ അടുത്തൊരാൾ രോഗിയായിരുന്നു, നീ അയാളെ പോയി കണ്ടില്ല. അതേപോലെ തന്നെ കുറെ കാര്യങ്ങൾ അല്ലാഹു പറയുന്നതിൽ ഒന്നാണ്, എനിക്ക് വസ്ത്രമുണ്ടായിരുന്നില്ല, നീ എനിക്ക് വസ്ത്രം നൽകിയില്ല. അല്ലാഹു പറയുമ്പോൾ മനുഷ്യൻ ചോദിക്കും, എങ്ങനെയാണ് കൊണ്ടേ നിനക്ക് വസ്ത്രം ധരിപ്പിക്കാൻ കഴിയുക? അപ്പോൾ നിനക്ക് ചുറ്റുമുള്ള പലരും വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ നീ അവരെ ഗൗനിച്ചിട്ടില്ല. അങ്ങനെ നീ കൊടുത്തിരുന്നെങ്കിൽ അവിടെ നിനക്ക് എന്നെ കാണാമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വസ്ത്രമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും ഉള്ളവർ ഇല്ലാത്തവരെ സഹായിക്കുക എന്നുള്ളത് ഇസ്ലാമിലെ ഒരു പ്രധാനപ്പെട്ട മര്യാദയായിട്ട് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കുകയും വേണം. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇപ്പോൾ ഈദ് പുടവ അതുപോലുള്ള പല രീതികളും നമ്മളുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലുള്ള കാര്യങ്ങളിലെല്ലാം അല്ലെങ്കിൽ വ്യക്തിഗതമായി തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളുടെ എന്തെങ്കിലും സംഭാവന ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. എന്റെ ദാസന്മാരെ, നിങ്ങൾ എന്ത് ചെയ്യുന്നു? പകരില്ലാതെ നിങ്ങൾ തെറ്റ് ചെയ്യുന്നു. ഞാൻ പാപങ്ങൾ കൊടുക്കുന്നത് മുഴുവനായിട്ടും പുസ്തകം. അതുകൊണ്ട് നിങ്ങൾ എന്നോട് പാപമോചനം തേടുക, ഞാൻ നിങ്ങൾക്ക് പുറത്തു നൽകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ ഇബാദി ഇന്നകും ലൻ തബ്ലുഗു ളർരി ഫതസ്റുനി വലൻ തബ്ലുഗു നഫ്ഇ ഫതൻഫഉനി. നിങ്ങൾക്ക് എനിക്ക് ഉപദ്രവം ചെയ്യാൻ കഴിയില്ല, ഉപകാരവും ചെയ്യാൻ കഴിയില്ല. അള്ളാഹ്ക്കൊരു ഉപദ്രവം വരുത്താൻ മനുഷ്യർക്കല്ല, ഒരു സൃഷ്ടികൾ വിചാരിച്ചാലും സാധിക്കില്ല. അള്ളാഹ്ക്കൊരു ഉപകാരം നൽകാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ നിങ്ങളത് ചെയ്യുമായിരുന്നു. എന്തുകൊണ്ട് അള്ളാഹു പറയുന്നു, ഉപദ്രവിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾ ഉപദ്രവിക്കുമായിരുന്നു. നിങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ എനിക്ക് ഉപകാരം ചെയ്യുന്നവരും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ അല്ലാഹു നമ്മളോട് പറയുകയാണ്. അത് കഴിയുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, അല്ലാഹുവിലേക്ക് തേട്ടകൾ അർപ്പിക്കുവാൻ ഇപ്പോൾ ഏതൊരു ചെറിയ കാര്യത്തിനാണെങ്കിലും സ്വഹാബാക്കൾ ഭക്ഷണത്തിനുള്ള മാവ് അതോ അതിനാണ് ചേർക്കാനുള്ള ഉപ്പും പോലും അല്ലാഹുവിനോട് ചോദിക്കാറുള്ളതാണ്. അത് നമുക്ക് കടയിൽ പോയി വാങ്ങാൻ കിട്ടുന്ന സാധനം എങ്കിലും അതുപോലും അല്ലാഹുവേ, ഇന്നത്തെ ഭക്ഷണത്തിനുള്ള റൊട്ടിക്കുള്ള മാവും ഉപ്പും എനിക്ക് നൽകണേ എന്ന് പോലും അവർ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം അത്രയ്ക്കും നമ്മൾ അല്ലാഹുവിലേക്ക് ബന്ധിതരാണ്, അല്ലാഹുവിലേക്ക് ആശ്രിതരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അല്ലാഹുവിലേക്ക് പരമാവധി അടുക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. സുബ്ഹാനല്ലാഹി വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.